വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. പറന്ന് ചെല്ലാൻ മൂവി കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു കാര്യം പറയുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരുമ്പോൾ അതിലും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എല്ലാ സിനിമകളുടെയും റിവ്യൂ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാനാകും. അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും ആകും. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ഈ സിനിമ എങ്ങനെ ആയിരുന്നു എന്ന് അവസാനമാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഇതിലെ ഹീറോ ഉണ്ണി ലാലു കക്ഷി നല്ലൊരു സ്മാർട്ട് ചെറുപ്പക്കാരനാണ്. ഈ കൺകൾ ഈരണ്ടാൽ എന്നൊരു പാട്ടില്ലേ, കൺകൾ ഈരണ്ടാൽ കൺകൾ ഈരണ്ടാൽ, ആ പാട്ട് ഉള്ള സിനിമ വന്നിട്ട് സുബ്രഹ്മണ്യപുരമാണ്. അതിലെ ഹീറോ ആയ ജെയിനെ കണ്ട പോലെ തന്നെ ഉണ്ട് ഉണ്ണി ലാലുവിനെ കണ്ടപ്പോൾ. ആള് നല്ലൊരു സ്മാർട്ട് ചെറുപ്പക്കാരനാണ്. കക്ഷിക്ക് നല്ലൊരു ഭാവി ഉണ്ട് എന്ന് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കക്ഷിയുടെ മാത്രം ഒരു കാര്യം ഞാൻ പറയുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിലെ ഹീറോയിൻ വന്നിട്ട് സമൃദ്ധി താര. കക്ഷി ഇതിൽ ആ കുട്ടിക്കുള്ള സ്ക്രീൻ പ്രസൻറ്റേഷൻ ഒന്നും കുഴപ്പമില്ല. പക്ഷേ എന്തായാലും ഉണ്ണി ലാലുവിൻ്റെ ആ ഒരു സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി. നല്ലൊരു സ്മാർട്ട് ചെറുപ്പക്കാരൻ, നല്ല വേഷങ്ങൾ ചെയ്യാൻ കക്ഷിക്ക് കഴിയുമെന്ന് അങ്ങേരുടെ ഈ സിനിമയിലുള്ള ആ ഒരു അഭിനയത്തിലും ആ ഒരു സ്ക്രീൻ പ്രസൻറ്റേഷനിലും ആ ഒരു ചുറുചുറുക്കിലുമൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ അടുത്തതായിട്ട് വിജയരാഘവൻ സാറിനെ കുറിച്ച് പറയണ്ടല്ലോ ഞാൻ. കക്ഷി അഭിനയിച്ച് തെളിയിച്ച ഒരു നല്ല നടനാണ് അദ്ദേഹം. വെറുതെ സ്ക്രീനിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്ക്രീൻ പ്രസൻറ്റേഷൻ തന്നെ ഗംഭീരമായിരിക്കും. അപ്പോൾ കക്ഷിക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല, അങ്ങനെ ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കക്ഷിയുടെ അഭിനയമൊന്നും ഇല്ലെങ്കിൽ ആ സ്ക്രീൻ പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പിന്നെ സജിൻ ചെറുകയിൽക്ക് കുറേ കോമഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വർക്കൗട്ടായിട്ടുണ്ട്. കാരണം കക്ഷി പറയുന്ന കോമഡികൾക്കൊക്കെ എനിക്ക് എന്തായാലും ചിരി വരുന്ന കോമഡികൾ കക്ഷി ഇതിൽ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ കക്ഷി നമ്മൾ സിനിമയിലേക്ക് ശേഷം പിന്നെ അങ്ങോട്ട് താഴെയായിട്ട് പോയിട്ട് കക്ഷിയെ തന്നെ സിനിമയിൽ കാണാനില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ അതുപോലെ കക്ഷിക്ക് കൊടുത്തിരിക്കുന്ന റോളിലൊരു ഭീകരത കക്ഷി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയിൽ വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഇനി സിനിമ എനിക്ക് എങ്ങനെയായിരുന്നു, എനിക്ക് ഇഷ്ടമായോ, എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ഞാൻ പറയാൻ പോവാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ നമ്മൾ സാധാരണ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു നാടകം കണ്ട പോലെയുണ്ട്, ഒരു നാടകം പോലെ ആയിപ്പോയി സിനിമ എന്ന് പറയില്ലേ, അതുപോലെ ഈ സിനിമയെ ഒരു നാടകം പോലെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിനോട് ഞാൻ ചെയ്യുന്ന അപമാനമായി പോകും, ചതിയായി പോകും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു നാടകം പോലെ പോലും ഈ സിനിമ ഇല്ല. പിന്നെ ഈ സിനിമയിലെ ടൈറ്റിൽ പറന്ന് ചെല്ലാൻ പോയിട്ട് തിയേറ്ററിൽ ഇരുന്ന് ആ സിനിമയിലേക്ക് ചെല്ലാൻ തന്നെ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിനിമ. ഇതിൻ്റെ സ്റ്റോറി എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിച്ചു. ഇതിൻ്റെ എഡിറ്റിങ്ങിൽ വന്നിട്ട് ഒരു വ്യക്തതയില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത ഭാഗങ്ങളെയൊക്കെ എവിടെയൊക്കെയോ കോർത്തിണക്കി എടുത്ത പോലത്തെ ഒരു പടം. അത് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ അല്ല ഷൂട്ടിങ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കുകൾ കാരണം ആ ഭാഗങ്ങളെ കട്ട് ചെയ്തിട്ട് ആകെ കൂടി കുളമായതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എഡിറ്റിങ്ങിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് 4-ാം ദിവസം 5-ാം ദിവസം എന്നൊക്കെ വലുതായിട്ട് മഞ്ഞ കളറിൽ ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആ ടൈറ്റിലെങ്കിലും ഒന്ന് നേരാൻ വണ്ണം എഴുതിക്കൂടായിരുന്നോ? അതൊരു ബോറൻ ടൈറ്റിലായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. സിനിമയുടെ സ്ക്രീനിൻ്റെ ഒരു പകുതിയോളം അത് മൊത്തമായിട്ട് എഴുതി വരുന്നു. അതിൽ ഫോട്ടോഷോപ്പിൽ സ്ട്രോക്ക് കൊടുത്തിരിക്കുകയാണ്. ഒന്നും തന്നെ ഒരു സുഖവുമില്ല. എഡിറ്റിങ്ങിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൽ ഹീറോയെ കയ്യോടെ ഒരു സ്ഥലത്ത് പൊക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ ചേട്ടൻ വന്നിട്ടാണ് കക്ഷിയെ തോളിൽ കൈ വെച്ചിട്ട് പിടിക്കുന്നത്. പക്ഷെ പിടിച്ചതിന് ശേഷം യാതൊരു പ്രതികരണവും പിന്നെ കാണുന്നില്ല. അപ്പോൾ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ അവിടെ എന്താ സംഭവിച്ചതെന്ന് കാണിക്കുമെന്ന് കരുതി അങ്ങനെ ഒരു കാര്യമേ കാണിക്കുന്നില്ല.
അതായത് ഒരു വ്യക്തതയില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ എന്താ സംഭവിച്ചതെന്ന് ചിലപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് അത് സിനിമയിൽ കൊണ്ടുവരാത്തതാണോ, അല്ല അങ്ങനെ ഒരു ഭാഗമേ എടുക്കാത്തതാണോ, എന്താണെന്നൊന്നുമില്ല. ഇതിൽ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് മതിൽ ചാടി കടന്ന്, അതേപോലെ വീട്ടിലേക്കൊക്കെ അങ്ങനെ ഇങ്ങനെ ചാടി കടന്ന് മറിഞ്ഞൊക്കെ പെടാപ്പാടുപെട്ട് ഹീറോയിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഹീറോയുടെ കൂട്ടുകാരും ഒക്കെ ഹീറോയുടെ ആ ലവ് ലെറ്റർ പെണ്ണിലേക്ക് എത്തിക്കാൻ പെടുന്ന പാട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പോയി സഹായിക്കാമെന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഒരു 30 കൊല്ലം മുമ്പാണ് ഇവർ ഈ രീതിയിൽ കാണിക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്കത് ലോജിക്കുണ്ട്, സമ്മതിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണ് ഇല്ലാത്ത ചെറുപ്പക്കാരുണ്ടോ? എല്ലാവരുടെ അടുത്തും സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ അതിലൂടെ വാട്സപ്പിലും ടെലഗ്രാമിലും ഒക്കെ ഒറ്റൊരു മെസ്സേജ് കൊടുത്താൽ മതിയല്ലോ. ഇനി കാണണമെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ ലോജിക്ക് ചിന്തിച്ചാൽ അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ശരി, ഇത്രയും ഒരു സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു ഹീറോയിനായി പോയല്ലോ എന്ന് നമ്മൾ സ്വയം ആശ്വസിക്കാമെന്ന് കരുതുകയോ, അല്ലെങ്കിൽ ഹീറോയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ ഹീറോയിന് വാങ്ങിക്കൊടുക്കാൻ മാത്രം കാശില്ലാത്ത ഒരു ഹീറോ ആയി പോയി എന്നൊക്കെ നമ്മൾ ആശ്വസിക്കുകയോ ചെയ്തിട്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം സിനിമ എത്തിയപ്പോൾ ഉണ്ട് ഹീറോയിൻ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ഹീറോയെ വിളിച്ചിട്ട് എപ്പോൾ വരും എന്ന് ചോദിക്കുന്നു. അപ്പോൾ നേരത്തെ കണ്ടതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ലവ് ലെറ്റർ കൊടുക്കാനും കാണാൻ പോകാനും വിളിക്കാനും. അപ്പോൾ ലോജിക്ക് എന്ന് പറയുന്ന സംഭവമേ ഈ സിനിമയിലില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ ഡയറക്ഷൻ മൊത്തം കുളമായ ഡയറക്ഷൻ തന്നെയാണ്. കാരണം ഡയറക്ഷൻ മികവ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശരിയാകുമല്ലോ. ഒരു സുഖവുമില്ല, ഒരു കഥയും ഇല്ല, അതേപോലെ ഒരു വ്യക്തതയും ഇല്ല, കാണുമ്പോൾ ഒരു ത്രില്ലിങ്ങും ഇല്ല. പിന്നെ ഇതിലെ പാട്ടുകൾ ഫസ്റ്റ് തന്നെ എന്തോ സുശീല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ വരുന്നുണ്ട്. ആ പാട്ട് കേട്ടപ്പോഴേ ഉറങ്ങാനാണ് എനിക്ക് തോന്നിയത്. അതുപോലത്തെ ഒരു പോരാത്തൊരു സോങ്. പിന്നെ ഇതിൽ പൊറാട്ട് നാടകത്തെ പറ്റി, അതേപോലെ തോൽപ്പാവക്കൂത്തിനെ പറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെയും രസമുണ്ട്. പിന്നെ ഈ സിനിമ ഒരു പാലക്കാടൻ ഭാഷയാണ് ഇതിൽ കുറേ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരു പാലക്കാടൻ ഭാഷ കേൾക്കാൻ പറ്റി എന്ന് മാത്രം. ഈ സിനിമയിൽ വിജയരാഘവൻ സാറ് എങ്ങനെ അഭിനയിക്കാൻ എത്തിയെന്നറിയില്ല. കാരണം അദ്ദേഹം ഒരു നല്ലൊരു നടനാണ്. പക്ഷേ അങ്ങേർക്ക് ഇതിൽ വേഷമൊന്നും ഇല്ലെങ്കിലും വെറുതെ വന്നു പോകുന്ന ചില സമയങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു പടത്തിലൊക്കെ അദ്ദേഹം അഭിനയിക്കാൻ ഇറങ്ങി വന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണെന്ന് പറയാം. അതേപോലെ സിദ്ധാർത്ഥ് ഭരതന് കൊടുത്ത റോള് കക്ഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം പേരൊക്കെ ഇതിൽ ഒരു പുതുമുഖങ്ങളെ പോലെയാണ് തോന്നുന്നത്. നടീനടന്മാരുണ്ട്, പക്ഷെ എന്നാലും പുതുമുഖങ്ങളെ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ പാടെ ഏച്ചു കൂട്ടി ആ നാട്ടിൻ പ്രദേശത്ത് ആ പാലക്കാടിൽ കിട്ടിയ ആൾക്കാരെയൊക്കെ വെച്ച് എങ്ങനെയോ തച്ചുകൂട്ടിയൊക്കെ ഒരു സിനിമ എടുത്ത പോലെയാണ് തോന്നിയത്. ഞാൻ ഈ സിനിമയുടെ പേര് കേട്ടപ്പോഴും ഇതിൻ്റെ വിജയരാഘവൻ സാറ് സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഇതിലുണ്ടെന്ന് കണ്ടപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഒരു മികവ് ഉണ്ടാവുമെന്ന് കരുതി. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണിത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കുക. എനിക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടമായില്ല. ആകെ എനിക്കിതിലൊരു പ്രതീക്ഷയായി തോന്നിയത് ഉണ്ണി ലാലു എന്ന ആ ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ്റെ ഇനി പുതിയ സിനിമകളിലുള്ള ഒരു അഭിനയ മികവ് കാണാനുള്ള ഒരു പ്രതീക്ഷ. കാരണം കക്ഷിക്ക് കണ്ടിട്ട് നല്ലൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ കക്ഷിയുടെ കാര്യത്തിൽ. പിന്നെ സച്ചിൻ ചെറുകയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോമഡിയൊക്കെ കക്ഷി നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും സിനിമയെ ടോട്ടൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടെന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമായില്ല. അതുമാത്രമല്ല, ഇത് ബിലോ ആവറേജ് എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. ഒട്ടും എനിക്ക് ഇഷ്ടമായില്ല. അത് പറയേണ്ടി വന്നതിൽ സോറി. പക്ഷേ സിനിമയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് എങ്ങനെ തോന്നി എന്നത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്തായാലും എൻ്റെ അഭിപ്രായം എങ്ങനെയായാലും ഈ സിനിമ കണ്ടവർക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കാം. പക്ഷേ എനിക്ക് ഈ സിനിമയുടെ കാര്യം കട്ടപ്പോകാം. സിനിമ അവസാനം പറന്ന് ചെല്ലാൻ പറഞ്ഞ് കാണിച്ചു. ഞാൻ അങ്ങനെ എഴുന്നേറ്റ് നടന്നു ചെന്നു.